പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഔദ്യോഗിക തുടക്കമായത്. തുറമുഖ നിർമ്മാതാക്കളായ അദാനി ഗ്രൂപ്പുമായി സംസ്ഥാന സർക്കാർ 2023 ഒപ്പിട്ട ഉപകരാർ പ്രകാരമാണ് 2045 പൂർത്തിയാക്കേണ്ടിയിരുന്ന തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നത്. നിരവധി കപ്പലുകൾ, ഇതിനകം തന്നെ നിരവധി ആഡംബര കപ്പലുകൾ അടക്കം വിഴിഞ്ഞത്ത് വന്നുപോയി. ഇതേ നമുക്കിവിടെ ഈ ഒരു ചെറിയ ഒരു കപ്പൽ MSCയുടെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് MSC അടക്കം വന്ന് അവിടെ നങ്കൂരമിട്ട് ചരക്ക് ഗതാഗതമൊക്കെ നടത്തിയ അത്രയും അഭിമാനം നമുക്ക് ഒന്നാം ഘട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള നാൾ വഴികൾ ഇനി ഹൈ5 വളരെ വിശദമായി പരിശോധിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെറുകയിൽ വിഴിഞ്ഞം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 710 കപ്പലിൽ നിന്നും 15.13 ലക്ഷം TUE കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇത് മാത്രമല്ല, വൻകരകൾ നോക്കൂ, യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്കൻ വൻകരകളിലെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ഇതിനകം നടത്താൻ തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ഇക്കാര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്. ആഗോള സമുദ്രാധിഷ്ഠിത ചരക്കു നീക്കത്തിൽ ഒരു സുപ്രധാനമായ കണ്ണിയായും ദക്ഷിണേഷ്യയുടെ ഒരു തന്ത്രപ്രധാന വാണിജ്യ കവാടമായും വിഴിഞ്ഞം തുറമുഖം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം CM അതേപോലെ തന്നെ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ്. നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തെ തന്നെ ആദ്യ ഓട്ടോമാറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിന്റെ 1ാം ഘട്ടം 2024 ഡിസംബർ മാസം 3-നാണ് പ്രവർത്തനക്ഷമമായത്. തുറമുഖം 2ാം ഘട്ടത്തിൽ തുറമുഖ ശേഷി 10 ലക്ഷം TEU-ൽ നിന്ന് അത് എത്തുന്നത് 50 ലക്ഷം TEU വരെ ആയാണ്. ഇതിന്റെ ബർത്ത് 800 മീറ്ററിൽ നിന്ന് 2000 മീറ്ററായി വികസിപ്പിക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, ബ്രേക്ക് വാട്ടർ 3 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്ററായി വികസിപ്പിക്കാനും നിലവിൽ 2ാം ഘട്ടത്തിൽ പ്ലാനുണ്ട്. മാസ്റ്റർ പ്ലാനൊക്കെ അനുസരിച്ച് ഈ 2ാം ഘട്ടത്തിന് വേണ്ടിയിട്ട് ആകെ നിക്ഷേപം എന്ന് പറയുന്നത് 9,700 കോടി രൂപയാണ് ഇതിന്റെ നിക്ഷേപം. മാത്രമല്ല, ഈ ക്രൂസ് ടെർമിനലൊക്കെ വരുന്നതോടുകൂടി വൻകിട യാത്രാ കപ്പലുകൾക്കും വിഴിഞ്ഞത്തേക്ക് അടുക്കാൻ കഴിയും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് കുതിപ്പേകുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇത് മാത്രവുമല്ല, ഇപ്പോൾ ഈ 2ാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഒരു ലിക്വിഡ് ടെർമിനലുണ്ട്. ഇപ്പോൾ ഈ ടെർമിനൽ കൂടി പൂർത്തിയാകുന്നതോടെ വലിയ കപ്പലുകൾക്കും ദീർഘദൂര യാത്രയ്ക്ക് ഇന്ധനം നിറയ്ക്കാനൊക്കെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താൻ പറ്റും. നിലവിൽ വമ്പൻ തുറമുഖങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ഒരു സൗകര്യമുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തെ കാര്യമായി സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്കിടയിൽ രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് സമീപത്തു നിന്ന് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുള്ളതിനാൽ തന്നെ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. ഇനി വിഴിഞ്ഞം 2ാം ഘട്ട വികസനത്തിനായിട്ട് അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു നേട്ടം. കാരണം 55 ഹെക്ടർ ഭൂമി കടലിൽ നികത്തിയാണ് എടുക്കാൻ നിലവിലെ ആലോചന. കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടെ ഒരേ സമയം ഈ യാർഡിൽ സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 35,000-ൽ നിന്ന് 1 ലക്ഷമായി ഉയരുകയും ചെയ്യും. ആകെ ക്രെയിനുകളുടെ എണ്ണം ഇനി 100 ആകും എന്നുള്ളതാണ് 2ാം ഘട്ട വികസനത്തിലെ മറ്റൊരു പ്രത്യേകത നമ്മൾ എടുത്ത് പറയേണ്ടത്. 100 മൊത്തം ക്രെയിനുകളുടെ എണ്ണം മാറും. ഇത് മാത്രമല്ല, 30 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകളും ഉണ്ടാകും. 800 മീറ്റർ ബർത്ത് എന്നതും 2 കിലോമീറ്ററായി ഉയരാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രെയിറ്റ് ബർത്ത് തുറമുഖമാകുന്നതോടെ ഒരേ സമയം തന്നെ 4 മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തോട് അടുപ്പിച്ച് ചരക്ക് കൈമാറ്റം നടത്താം എന്നുള്ളതും ഈ 2ാം ഘട്ടത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. പുലിമുട്ടിന്റെ നീളം അത് 4 കിലോമീറ്റർ ആക്കും. പുതിയതായി ഷിപ്പിംഗ് കമ്പനികളും ലോജിസ്റ്റിക് കമ്പനികളും വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനനുസരിച്ച് തന്നെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുമെന്നുള്ളതും നമ്മൾ കാണണം. വിഴിഞ്ഞത്തിന്റെ ഈ ഒരു വളർച്ച നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം നൽകുന്നതാണല്ലേ. ഇതുവരെയുള്ള വിഴിഞ്ഞത്തിന്റെ ആ വളർച്ച, ആ ഒരു നാൾ വഴി കൂടി നമ്മളൊന്ന് ക്വിക്കായി പരിശോധിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുവരെ വിഴിഞ്ഞം പരിശോധിച്ചാൽ ആദ്യം നമ്മൾ 2015 പോകണം. 2015 കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മാസം 5, 2015 ഡിസംബർ മാസം 5-നാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടത്തിന് തുടക്കമാകുന്നത്. 2023 ഒക്ടോബർ മാസം 15 വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ കപ്പൽ എത്തുകയാണ്.
കൈവരിക്കുകയാണ്. ക്രെയിനുകളും അതേപോലെ തന്നെ ഈ മറ്റ് കപ്പൽ നിർമ്മാണ ഉപകരണങ്ങളൊക്കെ ആയിട്ട് ചൈനീസ് കപ്പലായ ഷെൻ ഹുവ 15A ആണ് വിഴിഞ്ഞത്തേക്ക് എത്തിയത്. 2024 ജൂലൈ മാസം 12-ന് ആദ്യത്തെ ട്രയൽ റൺ ആരംഭിക്കുകയാണ്. പിന്നീട് 2024 ഡിസംബർ മാസം 3 ആകുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി ഇവയുടെയൊക്കെയും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇനി കഴിഞ്ഞില്ല, അടുത്തത് 2025 ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ വരണം. 2025 ഫെബ്രുവരി മാസത്തിൽ തെക്കുകിഴക്കൻ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഒന്നാമതായി വിഴിഞ്ഞം മാറുന്നു. അങ്ങനെ ഒരു വലിയ നേട്ടം നമ്മൾ കൈവരിക്കുന്നത് 2025 ഫെബ്രുവരി മാസത്തിലാണ്. 40 കപ്പലുകളിൽ നിന്ന് 78,833 TEU കൈകാര്യം ചെയ്ത് വലിയ നേട്ടം സംസ്ഥാനം കൈവരിക്കുകയും ചെയ്തു. ഇനി 2025 മെയ് മാസം 2-ന് അന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. 2025 ജൂൺ മാസം 9 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറുന വിഴിഞ്ഞത്തുണ്ട്. ഈ MSC ഐറുനയുടെ ഒരു ചെറിയ രൂപമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ നമ്മുടെ ഈ AR സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ രൂപം ഇവിടെ ഉണ്ട് MSCയുടെ. അപ്പോൾ അങ്ങനെ ഇത് നങ്കൂരം ഇടുന്നത് ഈ MSC ഐറുന വിഴിഞ്ഞത്തേക്ക് വരുന്നത് 2025 ജൂൺ മാസം 9-നാണ്. നമുക്കറിയുന്ന പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് MSC ഐറിന എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനി 2025 ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പോകുന്നു. 2025 ഓഗസ്റ്റ് മാസം 9-ന് ഓഗസ്റ്റ് മാസത്തിൽ 9 മാസത്തിനുള്ളിൽ വാർഷിക ശേഷിയായ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എത്തുകയാണ്. 2025 സെപ്റ്റംബർ മാസം 23-നാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങി വെറും 10 മാസത്തിനുള്ളിൽ 500ാമത്തെ കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്നത്. ഇന്ത്യയിലെ ഇതുവരെ, അതായത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ എത്തിയതിൽ വെച്ച് ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ, അതായത് 17.1 മീറ്ററാണ്. അങ്ങനെ ഡ്രാഫ്റ്റ് കൂടിയ കപ്പലായ MSC വെറോണ വിഴിഞ്ഞത്തേക്ക് ബർത്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം. 2025 ഒക്ടോബർ മാസത്തേക്ക് വന്നാൽ ഒക്ടോബർ മാസം 19-ന് ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് സർവീസ് വിഴിഞ്ഞത്ത് ആരംഭിക്കുകയാണ്. അതായത് കപ്പലുകൾക്ക് ഇന്ധനം നൽകുന്ന ലോകോത്തര സേവനത്തെയാണ് നമ്മൾ ഈ ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരംഭിക്കുന്നത് 2025 ഒക്ടോബർ മാസം 19-നാണ്. ഇനി 2025 നവംബർ മാസം 20 അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന് ICP പദവി ലഭിക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര സീപോർട്ട് പട്ടികയിൽ വിഴിഞ്ഞം രേഖപ്പെടുത്തുന്നത് 2025 നവംബർ മാസം 20-ാം തീയതിയാണ്. ഇനി 2025 ഡിസംബർ മാസത്തിലേക്ക് വന്നാൽ 2025 ഡിസംബർ മാസത്തിൽ ഒരു മാസം 1.21 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം ഒരു റെക്കോർഡ് നേട്ടം കൈവരിച്ച സമയമാണ്. വിഴിഞ്ഞം തുറമുഖത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതുവരെ ഏതാണ്ട് 106 കോടി രൂപ നികുതി ഇനത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ ഈ വിഴിഞ്ഞം ഇതുവരെ എന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അങ്ങനെ നമ്മുടെയൊക്കെയും അഭിമാനം അത് വാനോളം ഉയർത്തിക്കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ 2ാം ഘട്ടത്തിനും ഔദ്യോഗികമായി തുടക്കമായിട്ടുണ്ട്. നിർമ്മാണങ്ങൾക്കൊക്കെ ഔദ്യോഗികമായി തുടക്കമായിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ചടങ്ങൊക്കെ നടക്കുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമേ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ കേട്ടതുമാണ്.